പാലക്കാട്ടേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പൊ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളുടെയും ഒരു സാമ്പത്തികം പരിശോധിച്ചാൽ 3 പേരും കോടിപതികളാണ്. UDFന്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയാണ്. രമേശ് പിഷാരടിയുടെ ആസ്തി 3,66,00,000 രൂപയാണ്. LDF സ്ഥാനാർത്ഥി NMR റസാഖാണ്. റസാഖിന് 2,60,00,000 രൂപയുടെ ആസ്തിയുണ്ട്. NDA സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഇറങ്ങിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭയ്ക്കുമുണ്ട് 1,95,00,000 രൂപയുടെ ആസ്തി. സച്ചിനാണ് പാലക്കാട് നിന്നും വിവരങ്ങളുമായി ചേർന്നത്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പം ഈ ഒരാൾ സിനിമാ താരമാണ്, മറ്റൊരാൾ ഒരു ഹോട്ടൽ വ്യവസായിയാണ്, ഒരാൾ BJPയുടെ നേതാവാണ്. പക്ഷേ 3 പേരും കോടിപതികളുമാണ്. സേതു, തീർച്ചയായും. കാരണം പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന 3 പേരും കോടിപതികളാണ് എന്ന ഒരു വിശേഷമായ കാര്യം തന്നെയാണ് ഇന്നലത്തെ ആസ്തി വിവര കണക്കുകൾ പുറത്തു വന്നപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ കോടിപതി രമേശ് പിഷാരടി തന്നെയാണ്. അത് സംശയിക്കേണ്ടി അത്ഭുതപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. കാരണം അദ്ദേഹം ഒരു സിനിമാ താരം കൂടിയാണ്. നിലവിൽ അദ്ദേഹത്തിൻ്റെ കൈവശം 3,66,00,000 രൂപയുടെ ആസ്തിയാണ് ഉള്ളത്. കൂടാതെ തന്നെ 5 പവൻ്റെ സ്വർണവും കൈവശമുണ്ട് എന്നാണ് ഈ കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ 97 ലക്ഷം രൂപ വില വരുന്ന സ്വത്ത് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൈവശം 85,61,000 രൂപയുടെ മൂല്യമുള്ള സ്വത്തും അതേപോലെ തന്നെ 50 പവൻ സ്വർണവുമുണ്ട് എന്നാണ് ഈ ആസ്തി വിവര കണക്കുകളിൽ പറയുന്നത്. കൂടാതെ തന്നെ അദ്ദേഹത്തിന് നിലവിൽ കേസുകളൊന്നുമില്ല എന്നും ഈ വിവരങ്ങളിലൂടെ വ്യക്തമാവുന്നുണ്ട്. കൂടാതെ തന്നെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ കൈവശം 1,95,00,000 രൂപയാണ് നിലവിൽ ആസ്തിയായിട്ടുള്ളത്. അതായത് സ്വർണം 8 പവൻ്റെ സ്വർണ്ണാഭരണങ്ങളും 23,000 രൂപ കൈവശമുണ്ട് എന്നാണ് നിലവിൽ കണക്കുകളിൽ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ കേസുകളുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് പാലക്കാട് മണ്ഡലത്തിലെ. മറ്റൊരാൾ LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, NMR റസാഖാണ്. അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത് 2,60,00,000 രൂപയുടെ ആസ്തിയാണ്. അത് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഈ ആസ്തി വിവര കണക്കുകൾ ബിസിനസ്സിൽ നിന്നാണ് ഇത്തരം ആസ്തി ഉള്ളത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും കോടിപതികൾ തന്നെയാണ് മത്സരിക്കുന്നത് എന്നത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വ്യത്യസ്തമായ കാര്യം തന്നെയാണ്. സേതു, ഓക്കെ, ശരി സച്ചിൻ, ശരി.